നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ഗംഭീര വരവേൽപ്പൊരുക്കി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആവേശം എന്ന പേരിൽ ഒരുക്കിയ പരിപാടി ഏറെ ശ്രദ്ധേയമായി. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ സംരംഭമായ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഒഫീഷ്യൽ ലോഗോ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. സ്കിൽ ഡെവലപ്മെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഓരോ വർഷവും 10,000-ലേറെ വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കുന്നത്. കോഴ്സുകൾ പൂർത്തിയാക്കി ഇന്ത്യക്കകത്തും വിദേശത്തും നിരവധി പേരാണ് ജോലി ചെയ്യുന്നത്. നവാഗതരായ വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ സംരംഭമായ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഒഫീഷ്യൽ ലോഗോ ലോഞ്ചിങ്ങും നടന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികളെ റോബോട്ടിക്സ്, AI സാങ്കേതിക വിദ്യകൾക്ക് പരിശീലനം നൽകുകയാണ് റോബോട്ടിക് അക്കാദമിയുടെ ലക്ഷ്യം. ചടങ്ങിൽ മുൻ DGPയും കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റയാണ് ലോഗോ ലോഞ്ച് നിർവഹിച്ചത്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഒരു കേരള റോബോട്ടിക്സ് അക്കാഡമി തുടങ്ങാൻ പോകുന്നുണ്ടല്ലോ. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം റോബോട്ടിക്സിൻ്റെ ഫ്യൂച്ചർ നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു നേരെ റോബോട്ടിക്സിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. അതിൽ പ്ലേസ്മെൻറ്റ്സ് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്. കേരളത്തിലെ 30ഓളം സ്കൂളുകൾ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഭാഗമായി എന്ന് റോബോട്ടിക്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒയുമായ മുഹമ്മദ് ഷാഫി പറഞ്ഞു. നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം നമ്മൾ എന്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടക്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഫ്രഷേഴ്സ് ഡേ. പുതിയ ജോബുകളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിലുപരി നമുക്കൊരു സ്കൂൾ തലത്തിലെ നമുക്ക് ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയൊരു ഇനീഷ്യേറ്റീവാണ് കേരള റോബോട്ടിക്സ് അക്കാദമി. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമെ 1000-ഓളം വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.